Good afternoon, dear students. Today we are discussing about the Jwara Nidana, that's part second. So last class we have studied about the introduction about Nidana Sthana, why Nidana Sthana is kept after Sutra Sthana, soon after Sutra Sthana, and the basic concept of Nidana Sthana and what is Nidana, what is the definition of Nidana, what is Purrupa, how the Purrupa is implicated or implemented on the different contexts, what is the exact meaning of Purrupa. ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് പൂർവ്വരൂപത്തിന്റെ ഇമ്പോർട്ടൻസ്, നിദാനസ്ഥാനത്തിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെ അസുഖത്തിന്റെ നമ്മൾ ഒരു അസുഖത്തിലേക്ക് നമ്മൾ രോഗത്തിലേക്ക് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗത്തിന് എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ക്ലാസ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ലിംഗ ഓർ രൂപ. ലിംഗ ഓർ രൂപ ഓർ സയൻസ് ആൻഡ് സിംറ്റംസ്. ഈ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഒരു ഡിസീസിന്റെ കാർഡിനൽ ഫീച്ചർ. ഒരു അസുഖം ഈ അസുഖമാണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ടാണ്. പനി വന്നു കഴിഞ്ഞാൽ പനി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് ബോഡിയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യോ അല്ലെങ്കിൽ അവരൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ടാക്ടൈൽ സെൻസേഷൻ വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ we can clearly said that it is due to or the disease is due to fever or disease occurred due to fever. സോ എന്താണ് ലിംഗം രൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഫീച്ചർ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ലിംഗത്തിന്റെ അല്ലെങ്കിൽ രൂപത്തിന്റെ ഇമ്പോർട്ടൻസ്. ബിക്കോസ് രൂപം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് ലിംഗ ഓർ രൂപ? പ്രാദുർഭൂത ലക്ഷണം പുനർലിംഗം തത്ര ലിംഗം ആകൃതി ലക്ഷണം ചിഹ്നം സംസ്ഥാനം വ്യഞ്ജനം രൂപം ഇതി അനർത്ഥാന്തരം. സോ ഈ രണ്ട് ലൈനാണ് ആചാര്യൻ ചരക പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ലിംഗ. സോ നമ്മൾ പൂർവ്വരൂപം പഠിച്ചപ്പം ലിംഗം അവ്യക്ത അല്പത്വം എന്നുവെച്ചാൽ പൂർവ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയൻസ് ആൻഡ് സിംറ്റംസിന് മുമ്പ് കാണിക്കുന്ന മൈൽഡായിട്ടും അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടും അവ്യക്തമായിട്ടും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടും കാണിക്കുന്ന സിംറ്റംസിനെയാണ് നമ്മൾ പൂർവ്വരൂപം എന്ന് പറയാം. ഈ പൂർവ്വരൂപം കുറച്ചും കൂടി വളർന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് സയൻസ് ആൻഡ് സിംറ്റംസിനെ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ രൂപം ഓർ ലിംഗം എന്ന് പറയും. സോ സിംറ്റംസ് വെൻ ഫുള്ളി മാനിഫെസ്റ്റഡ് ആർ കോൾഡ് ലിംഗ. സോ നമുക്ക് അസുഖം വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ അസുഖത്തിന് ക്വാളിറ്റി certain ലക്ഷണങ്ങൾ നമ്മൾ കാണും. ആ ലക്ഷണത്തിനാണ് നമ്മൾ സിംറ്റം എന്ന് പറയുക. സോ ഈ സിംറ്റംസിന്റെ തത്ര ലിംഗം ആകൃതി ലക്ഷണം ചിഹ്നം സംസ്ഥാനം വ്യഞ്ജനം രൂപം ഇതി അനർത്ഥാന്തരം. സോ ഈ ലിംഗം ആകൃതി ലക്ഷണ ചിഹ്ന സംസ്ഥാന വ്യഞ്ജന രൂപ എന്നൊക്കെ പറഞ്ഞാൽ സിനോണിംസ് ടു ഏതാണ്? രൂപത്തിന്റെ സിനോണിംസ് ആണ്. സോ ഇതി അനർത്ഥാന്തരം നമ്മളൊരു ചരകത്തിന്റെ ഒരു ബ്യൂട്ടി നോക്കുക. ഇതി അനർത്ഥാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റിൽ ലിംഗ ആകൃതി ലക്ഷണ ചിഹ്ന സംസ്ഥാന വ്യഞ്ജന രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സയൻസ് ആൻഡ് സിംറ്റംസിന്റെ സിനോണിമാണ്. ഇനി ഈ സംഭവങ്ങൾ തന്നെ വേറെ കണ്ടക്സ്റ്റിൽ പറയുന്ന സമയത്ത് ഇതിന് കുറച്ച് അർത്ഥങ്ങൾ മാറിയാം, ചില സ്ലൈറ്റ് ഡീവിയേഷൻസ് ഉണ്ടാകും. ഇതാണ് ഇതി അനർത്ഥാന്തരം എന്ന് പറയുന്നത്. സോ രൂപം എപ്പോഴും ഇത് അക്കോർഡിംഗ് ടു ഗോവ സിലബസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്ലോകം യു ഷുഡ് ബൈ ഹാർട്ട് ദിസ് വൺ ആൻഡ് ഈവൻ ദ മീനിങ് ഓൾസോ. ബട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ലാണ്. അപ്പോൾ നിങ്ങൾ 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചക്രപാണി കമൻട്രിയെ കുറിച്ച് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾ ചക്രപാണി കമൻട്രി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ചക്രപാണി കമൻട്രി പറയുന്നത്? ലക്ഷണം ആഹ പ്രാദുർഭൂത ഇത്യാദി ഞങ്ങൾ പറയാൻ പോവുകയാണ്. ലിംഗം എന്താണെന്ന് വെച്ചാൽ ഉത്പന്ന വ്യാദേഹി സ്വരൂപം തഥാ വാദാദ്യം ആമ പക്വാദി വിശേഷേണ വിശിഷ്ടം വ്യാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്പന്ന വ്യാധേയ സ്വരൂപമാണ്. ഇറ്റ്സ് എ കാർഡിനൽ ഫീച്ചർ ആണ്. ഒരു അസുഖത്തിന്റെ കാർഡിനൽ ഫീച്ചർ ആണ് ലിംഗ ഓർ രൂപം. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം 59 കുട്ടികളുണ്ട്. ആ 59 കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അവർക്കൊക്കെ ഒരു കാർഡിനൽ ഫീച്ചർ കാണും. ചില ദേഷ്യങ്ങളായിരിക്കും, ചിലർ ലവബിൾ ആയിരിക്കും, ചിലർ തമാശ പറയുന്ന ആളായിരിക്കും, ചിലർ ഗ്ലൂമി ആയിരിക്കും, ചിലർ സാഡ് ആയിരിക്കും, ചിലർ സിമ്പതറ്റിക് ആയിരിക്കും, ചിലർ എമ്പതറ്റിക് ആയിരിക്കും. ഇങ്ങനെ ഒരു കാർഡിനൽ ഫീച്ചേഴ്സ് നമ്മൾ ഒരാളെ കുറിച്ച് പറയത്തില്ല ഒരു മെയിൻ ആയിട്ട്. അതിനെയാണ് നമ്മൾ സ്വരൂപം ഓർ ലിംഗ എന്ന് പറയുന്നത്. നിദാന ഉപശയ സംപ്രാപ്തി വ്യതിരിക്തം യത് ബോധേതി. ഈ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിംഗം എന്ന് പറഞ്ഞാൽ നിദാനങ്ങളിൽ നിന്നും ഉപശയങ്ങളിൽ നിന്നും സംപ്രാപ്തി നിന്നൊക്കെ വ്യത്യസ്തമാണ്. അനേനച്ച വ്യാധി പ്രതിനിയമം ലിംഗം യഥാ. ഇനി എന്താണ് ലിംഗം? ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാണ്. ജ്വരസ്യ സന്താപ. ജ്വരമുണ്ടെങ്കിൽ സന്താപമുണ്ട്. സന്താപം വെച്ചാൽ ടെമ്പറേച്ചർ ഉണ്ടാവും, ചൂടുണ്ടാവും. ജ്വരസ്യ സന്താപ. ജ്വരത്തിന്റെ കാർഡിനൽ സിംറ്റംസ് ആണ് സന്താപം. തഥാ അതിസരണം അതിസാര ഇത്യാദി. അതിസാരത്തിൽ എന്തുണ്ടാവും? ഒരു മോഷൻ ഉണ്ടാവും താഴത്തെ കൂടെ. അതിനെയാണ് അതിസാരണം എന്ന് പറയുക. തഥാ വാദാതികൃതം ച വാദാതി ജ്വരസ്യ വിഷമാരംഭ വിസർഗത്വാദി ഗൃഹ്യത്തെ. വാദജ്വരം എങ്ങനെ മനസ്സിലാക്കും നിങ്ങൾ? വാദജ്വരം എന്ന് വെച്ചാൽ വിഷമ ആരംഭ വിസർഗത്വാദി. വിഷമ ആരംഭ മീൻസ് പെട്ടെന്ന് ഓൺസെറ്റ് ചെയ്യത്തില്ല. ചിലപ്പം ചില സമയങ്ങളിൽ പനി കാണും, കുറച്ച് കഴിഞ്ഞാൽ പനി കാണത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് എക്സസീവ്ലി
പനി കൂടും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പനി ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ വാതജ്വരത്തിൽ നമ്മൾ അല്ലെങ്കിൽ വാതജ്വരത്തിൽ നമ്മൾ പഠിക്കുക. അതുപോലെ പിത്തത്തിൽ ഭയങ്കര ഹൈലി ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കഫത്തിൽ കുറച്ച് സ്ലഗ്ഗിഷ് ആയ ടെമ്പറേച്ചർ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഇതൊക്കെയാണ് സിംറ്റംസ്. ആമ പക്വ ജീർണ ജ്വരലക്ഷണാദീനി വിശിഷ്ട വ്യാധി ബോധകാനി ഗൃഹ്യന്തേ തഥാ ആമ അസുഖം അക്യൂട്ടാണോ ക്രോണിക് ആണോ ക്രോണിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സിംറ്റംസ് എന്ന് മനസ്സിലാക്കാം. തഥാ ഉപദ്രവശ്ച അസാധ്യത അവസ്ഥാപന്ന വ്യാധിബോധകത്വേന ലക്ഷണാനി അന്യവ മീൻസ് നമുക്ക് ഉപദ്രവമാണോ, ഈ സിംറ്റംസ് വെച്ച് നമുക്ക് ഉപദ്രവമാണോ അല്ലെങ്കിൽ നമുക്ക് അസാധ്യമാണോ സാധ്യമാണോ എന്നൊക്കെ നമുക്ക് ഈ സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കും. ജിഷ്ടം തു മരണസ്യ പൂർവ്വരൂപം മരണത്തിന് മുമ്പുള്ള പൂർവ്വരൂപം, മരണത്തിന് മുമ്പുണ്ടാകുന്ന അരിഷ്ട ലക്ഷണങ്ങൾ നമുക്ക് സിംറ്റമായിട്ട് കൺസിഡർ അല്ലെ. ഈ സിംറ്റംസ് നമുക്ക് അരിഷ്ട ലക്ഷണമായിട്ട് എടുക്കാനും പറ്റും. സോ ഇതിൽ നിന്ന് നമുക്ക് ചക്രപാണിന്റെ കമന്ററി നമ്മൾ മനസ്സിലാക്കുന്നത് ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിനൽ ഫീച്ചറാണ് അസുഖത്തിന്റെ. ആ ലക്ഷണം വെച്ചിട്ട് നമുക്ക് അസുഖത്തിന്റെ ക്വാളിറ്റീസ്, അസുഖത്തിന്റെ പ്രൊപ്പഗേഷൻ, അസുഖത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So this you have to by heart this 2-line slogan and you have to understand the Chakravarti Datta commentary also. So Upashaya. Next one is the most important concept which is explained by Ayurveda is Upashaya. That is Upashaya is nothing but trial and error method. നിങ്ങൾ കേട്ടിട്ടുണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിനെ. ഈ ഉപശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന സമയത്ത് എന്താണ് ആദ്യം ഉപശയം എന്ന് പഠിക്കണം. അതിനുശേഷം നമുക്ക് ശ്ലോകങ്ങളൊക്കെ പോവാം. ഫസ്റ്റ് നമ്മൾ ഉപശയം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം ഒരാൾക്ക് ഒരു പനി വന്നു, ഇപ്പം വീട്ടിൽ ഒരാൾക്ക് പനി വന്നു. അപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടി, പേഷ്യൻ്റ് പറയുന്നു, നമുക്ക് എല്ലാവരും പറയുന്നത് എനിക്ക് ടെമ്പറേച്ചർ കൂടി, എനിക്ക് പനി വരുന്ന പോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കും? പനി ചൂടിലാണ്. അപ്പോൾ ചൂടിന് പകരം നിങ്ങൾ ചൂട് കുറക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റാണ് തണുപ്പ്, ശീതമായിട്ടുള്ള ചര്യകൾ ചെയ്യണം. നിങ്ങൾ ഒരു തണുത്ത ശീതവീര്യമുള്ള ഒരു കഷായം വെച്ച്, ഒരു മെഡിസിൻ വെച്ച് കഷായം വെച്ച് കൊടുക്കുന്നു പേഷ്യൻറ്റിന്. അങ്ങനെ പേഷ്യൻ്റെ അസുഖം കുറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം നെറ്റിയിൽ ഫോർഹെഡിൽ വെക്കില്ല, നമ്മൾ അപ്ലൈ ചെയ്യില്ല. അങ്ങനെ വെച്ചിട്ട് പേഷ്യൻ്റ് ടെമ്പറേച്ചർ കുറയുന്നു. ഈ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പനിയെ കുറക്കാൻ വേണ്ടി ഒരു ക്രിയ ചെയ്തു. ആ ക്രിയ വെച്ചിട്ട് പനി കുറഞ്ഞു. അതിനെയാണ് നമ്മൾ ഉപശയം എന്ന് പറയുക. അത് കുറഞ്ഞു. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇനി നിങ്ങൾ ഒരു പനിച്ചിട്ടുള്ള അത് സെയിം പേഷ്യൻ്റ് നിങ്ങൾ പനി ചൂടാണല്ലോ, ഇനി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഐസ്ക്രീം കൊടുക്കുന്നു. ഐസ്ക്രീം തണുപ്പാണല്ലോ. ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പനി കൂടും. ഇതിനെയാണ് നമ്മൾ അനുപശയം എന്ന് പറയുക. ഈ ഉപശയം അനുപശയം, ഈ ഉപശയം ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ആചാര്യൻ ഉപശയത്തിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ഉപശയത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഉപശയം. സോ എന്തിനായിരിക്കും ഉപശയം ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഉപശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കണം. ക്ലിനിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഉപശയം വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് നിങ്ങൾക്ക്. ആൻഡ് തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പേർപ്പസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 10 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന എസ്സേ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉപശയം. ആൻഡ് മോർ ഓവർ ദാൻ തിയററ്റിക്കലി ഓർ എക്സാമിനേഷൻ പേർപ്പസ് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് വെനെവർ യു ആർ സിറ്റിംഗ് ഇൻ യുവർ OPD. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഡിസ്കഷൻ പോവാം. ഒരു പേഷ്യൻ്റ് ഇൻ ദ സിറ്റുവേഷനിൽ നിങ്ങൾ OPD ഇരിക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് പറയണേ എനിക്ക് സോർ ത്രോട്ട് ഉണ്ട്, എനിക്ക് ഫീവർ ഉണ്ട്, എനിക്ക് സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് ആഫ്റ്റർ ഓൾ നമുക്ക് അപ്പോഴത്തെ സഡൻ ആയിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ നമുക്ക് കൊറോണ വൈറസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ നമ്മൾ സംശയിക്കും കൊറോണ വൈറസ് എഫക്റ്റഡ് ആണോ, COVID-19 ആണോ. സോ നമ്മൾ എന്താക്കും? നമ്മൾ സംശയം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് ഉറപ്പില്ല. ഒരു 3 ദിവസം നമ്മൾ ഈ ടെസ്റ്റൊക്കെ അയക്കണമെങ്കിൽ PCR ടെസ്റ്റിനൊക്കെ ആൻറ്റിബോഡി PCR ടെസ്റ്റിനൊക്കെ നമ്മൾ RT-PCR ടെസ്റ്റിനൊക്കെ അയക്കണമെങ്കിൽ അത് 3 ദിവസമൊക്കെ റിസൾട്ട് കിട്ടാൻ 3 ദിവസമൊക്കെ എടുക്കും. അപ്പം നമ്മൾ പേഷ്യൻറ്റ് നമ്മൾ പറയുന്നു നിങ്ങൾക്കൊരു സംശയമുണ്ട്, നമുക്ക് കോവിഡ് ആണെന്ന്, നിങ്ങളിവിടെ ഐസൊലേഷൻ വാർഡിൽ ക്വാറന്റൈനിൽ കഴിയണം. ഫോർ ദ മീൻ ടൈം നമ്മൾ എന്താക്കും? ഈ ടെമ്പറേച്ചറിനും ഫീവറിനും അല്ലെങ്കിൽ ഹെഡ് ഏക്കിനും സോർ ത്രോട്ടിലുള്ള മെഡിസിൻ, സിമ്പിളായിട്ടുള്ള മെഡിസിൻ കൊടുത്തു പോകും. അപ്പം തന്നെ പേഷ്യൻറ്റിന് കൊടുത്തു. അതേസമയം മീൻ ടൈം നിങ്ങൾ എന്താക്കി? ആ പേഷ്യൻ്റെ അടുത്ത് സ്വാബ് കളക്ട് ചെയ്ത് നമ്മൾ RC-PCR നമ്മൾ COVID-19 ടെസ്റ്റ് വേണ്ടിയിട്ട് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 3 ദിവസം എടുക്കും ടെസ്റ്റ് കിട്ടണം വിചാരിക്കും. ഇപ്പം അത്രയൊന്നും ഇല്ല, എന്നാലും 3 ദിവസം എടുക്കുന്നു വിചാരിക്കും. പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റ് പറയുകയാണ്, ഈ മെഡിസിൻസ് ഒക്കെ കഴിച്ച സമയത്ത് പേഷ്യൻറ്റ് പറയുകയാണ് എൻ്റെ പനി കുറഞ്ഞു, എൻ്റെ ഹെഡ് ഏക്ക് ഒക്കെ മാറി എന്ന് പറയുകയാണ്. സോ നമ്മൾ ഈ മെഡിസിൻ കൊടുത്തു, നമ്മൾ ഫീവറിനുള്ള ഒരു മെഡിസിനാണ് കൊടുത്തത്. പേഷ്യൻറ്റ് പറഞ്ഞ കംപ്ലൈൻറ്റ് മെഡിസിൻ കൊടുത്തു, പേഷ്യൻറ്റ് പിറ്റേന്ന് അസുഖം കുറഞ്ഞു. സോ അതിന് നമുക്ക് ഉപശയം എന്ന് വിചാരിക്കാം. ഇനി നേരെ മറിച്ച് നമ്മൾ മെഡിസിൻ കൊടുത്തു, ഒരു ദിവസം കൊടുത്തു, പേഷ്യൻറ്റ് ഇതേ കണ്ടീഷൻ സെയിം തന്നെ. ഇനി 2ാമത്തെ ദിവസം നമ്മൾ ഇതേ മെഡിസിൻ കൊടുക്കുന്നു, കണ്ടീഷൻ സെയിം തന്നെ. അപ്പോൾ അതേ മീൻ ടൈം നമ്മൾ ഫസ്റ്റ് ഡേ അയച്ച റിസൾട്ട് നമുക്ക് കിട്ടുന്നു. ആ റിസൾട്ടിൽ നമുക്ക് പറയുന്നത് COVID-19 പോസിറ്റീവാന്ന് പറയുന്നു. സോ
അപ്പം എന്താക്കും നമ്മളെ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളെ മാറണം. സോ ഇവിടെയാണ് നമ്മൾ ഉപശയത്തിൻ്റെ അനുപശയത്തിൻ്റെ നമ്മൾ ഇമ്പോർട്ടൻ്റ് വരുന്നത്. നമ്മൾ ഉപശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ഒന്ന് അസുഖത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അസുഖത്തിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപശയം യൂസ് ചെയ്യുന്നത്. ഇതിലൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഉപശയം എന്ന് വെച്ചാൽ പേഷ്യന്റ് വന്ന സമയം നമ്മൾ ഉപശയം കൊടുത്താൽ നമ്മുടെ ഫീവറിനുള്ള മെഡിസിൻ, അതുകൊണ്ട് അത് പിറ്റേ തന്നെ നമുക്ക് മനസ്സിലായി പേഷ്യന്റിന് ഈ മെഡിസിൻ ആക്ട് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എന്താക്കി, സിമ്പിളായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു, നമ്മൾ കൊടുത്തു, അതിന് ഉപശയം എന്ന് പറയുന്നു. നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ പേഷ്യന്റിന് അസുഖം കുറഞ്ഞു. നമ്മളിനി കൊറോണ വൈറസിന്റെ ഹൈഡ്രോക്സി ക്ലോറോക്വിനോ അല്ലെങ്കിൽ റെംഡെസിവിർ അല്ലെങ്കിൽ എന്താ പറയുക അലനവിർ എന്നൊക്കെ പറഞ്ഞിട്ടേ എങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ടല്ലോ ഇപ്പോൾ കൊടുക്കുന്നത് ആ മെഡിസിൻസ് ഒന്നും കൊടുത്തില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു, ഒരു ഉപശയം വേണ്ടി നമുക്ക് അറിയില്ല, ഐഡിയ ഇല്ല നമുക്ക് അസുഖത്തിനെ കുറിച്ച്, നമ്മളത് കൊടുത്തപ്പോൾ പേഷ്യന്റ് അസുഖം മാറി. ഇതിന് ഉപശയം എന്ന് പറയും. നമുക്ക് അസുഖത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതേസമയം നമ്മളിത് കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ അത് നമുക്ക് വിചാരിക്കാം ഇത് പ്രോപ്പറായിട്ട് അസുഖം മാറേണ്ട സാധനമല്ല ഞാൻ കൊടുത്തത്, ഇത് നമ്മൾ COVID-19 സംശയിക്കണം, അങ്ങനെ COVID-19 റിസൾട്ട് കിട്ടും, നമ്മൾ സൂൺ ആഫ്റ്റർ ദാറ്റ് വൺ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. സോ ഉപശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നിദാനത്തിലോടെ നിങ്ങൾ പഠിച്ച ഒരു സംപ്രാപ്തിയൊക്കെ പഠിച്ചു കാണും. സംപ്രാപ്തി മീൻസ് നത്തിങ് ബട്ട് പാത്തോജനസിസ്. ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് എടുത്തു, നിദാനം പഠിച്ചു, പൂർവ്വരൂപം പഠിച്ചു, രൂപം പഠിച്ചു, നമ്മൾ 4ാമത്തെയാണ് ഉപശയം, 5ാമത്തെയാണ് സംപ്രാപ്തി. അപ്പോൾ പാത്തോജനസിന് മുമ്പാണ് ഉപശയം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത്, ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം ആചാര്യൻ പറയുന്നുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്യുന്ന സ്ഥാനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സംപ്രാപ്തിക്ക് മുമ്പാണ് ഉപശയം പറഞ്ഞിരിക്കുന്നത്. ഉപശയം ട്രീറ്റ്മെന്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉപശയവും ട്രീറ്റ്മെന്റും വ്യത്യാസമാണ്. ഞാൻ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കൂ, ഞാൻ എന്താ വ്യത്യാസം അവസാനം പറഞ്ഞുതരാം. ഉപശയം ട്രീറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സംപ്രാപ്തിക്ക് ശേഷമല്ലേ വെക്കേണ്ടത്. സംപ്രാപ്തിയല്ലേ പാത്തോജനിസിസ് ശേഷമല്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് വെക്കേണ്ടത്. പക്ഷേ ഇത് പാത്തോജനിസിസ് സംപ്രാപ്തിക്ക് മുമ്പാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം വരുമ്പോൾ whenever a patient comes to you, whenever a patient tells a complaint about you in front of you and you have a doctor does not have any proper idea means വെച്ചാൽ ഡോക്ടർക്ക് അറിവില്ലായിട്ടല്ല, ഡോക്ടർക്ക് ദോഷദൂഷ്യ സമ്മോചനങ്ങൾ ആ പേഷ്യൻ്റെ ബോഡി കാണുന്നില്ല, ഏതൊക്കെ ദോഷങ്ങളാണ് എഫക്റ്റ് എന്ന് മനസ്സിലാകുന്നില്ല. സോ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യും. ഇത് കൊടുത്തു നോക്കും, 50-50 ചാൻസ്. ഇത് കൊടുത്തിട്ട് കുറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് തന്നെ ചെയ്താൽ, ഇനി കൂടുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് കൊടുക്കണം. അതാണ് ഈ ഉപശയത്തിന്റെ ഇമ്പോർട്ടൻ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പനിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചൊരു എക്സാമ്പിൾ, ആമവാദം. നിങ്ങളൊക്കെ പഠിച്ചു ആമവാദം. ഒരു ആമവാദം പേഷ്യൻറ്റ് നിങ്ങളുടെ അടുത്ത് വരിക, എപ്പോഴും ഒരു പേഷ്യൻറ്റ് വരുന്നു. അപ്പോൾ പേഷ്യൻറ്റ് ലേഡി പേഷ്യൻറ്റ് 60 ഏജ് ആണ് വരുന്നതെങ്കിൽ പേഷ്യൻറ്റ് മുട്ട് പിടിച്ചിട്ട് പറയും, എനിക്ക് സിവിയർ കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ, കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആങ്കിൾ ജോയിന്റിൽ ഭയങ്കര പെയിനുണ്ട്, അല്ലെങ്കിൽ എൽബോ ജോയിന്റിൽ ഭയങ്കര പെയിൻ ഉണ്ടെന്ന് പറയും. അപ്പം തന്നെ ഒരു ഡോക്ടർ എന്നല്ലേ നമ്മൾ എപ്പോഴും ഇത് സന്ധിവേദനയാണ്. അപ്പം നമുക്ക് ഡൗട്ട് ഉണ്ട്, ഇത് അമവാദമാണോ? അമവാദം കണ്ടുപിടിക്കാനുള്ള ആയുർവേദിക് പ്രോട്ടോകോൾസ് ഉണ്ട്. എന്നാൽ നമ്മളൊരു ഒരു ഒരു വാഗ് ഐഡിയ ആയിട്ട് നമ്മൾ പറയുന്നത് ഇത് സന്ധിവേദന എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ RI നെഗറ്റീവ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, RI ഫാക്ടർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഫാക്ടർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ. സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ എടുക്കുന്നു, ഒരു തൈലം, ഒരു കർപ്പൂര തൈലോ എന്തെങ്കിലും എടുത്തിട്ട് പെയിൻ അല്ലേ പേഷ്യന്റ് നമ്മൾ തടവാൻ കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ തടവാൻ കൊടുത്ത പേഷ്യന്റ് തൈലം വാങ്ങിച്ച് വീട്ടിൽ പോയി, ആ പേഷ്യന്റ് ആമവാദമാണെങ്കിൽ തൈലം തേച്ച് കഴിഞ്ഞാൽ ആമവാദം ഇൻക്രീസ് ആവും. ആമവാദത്തിന് ഓയിൽ ആപ്ലിക്കേഷൻ പാടില്ല. സോ നടന്നു വന്ന പേഷ്യന്റ് പിന്നെ കിടന്നു പോകും പിറ്റേ നിങ്ങളടുത്ത് വരുമ്പോൾ. മറിച്ച് പേഷ്യന്റിന് സന്ധിവേദനയാണെങ്കിൽ, സന്ധിവേദന എന്ന് പറഞ്ഞാൽ സന്ധിവാദ എന്ന് പറഞ്ഞ അസുഖമാണെങ്കിൽ, സന്ധിവാദ നോട്ട് വേദന, സന്ധിവാദ എന്ന് പറഞ്ഞ അസുഖമാണെങ്കിൽ നിങ്ങൾ തൈലം കൊടുത്തു കഴിഞ്ഞാൽ നടന്നു വന്ന പേഷ്യന്റ് നാളെ ഓടി വരും നിങ്ങളടുത്ത്. ബിക്കോസ് പെയിൻ കുറയും, കംപ്ലൈൻറ്റ്സ് റിലീവ് ചെയ്യും. സോ ഇതാണ് ഉപശയം. ഇവിടെ ഉപശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധിവാദമായിട്ടുള്ള പേഷ്യൻ്റാണ് നിങ്ങൾ തൈലം കൊടുക്കുന്നത്, അത് ഉപശയമെന്നും, ആമവാദമായിട്ടുള്ള പേഷ്യൻറ്റ് നിങ്ങൾ തൈലം കൊടുക്കുകയാണെങ്കിൽ അത് പറ്റത്തില്ല, അതുകൊണ്ട് അതിനെ അനുപശയം എന്ന് പറയും. സോ ദിസ് ഈസ് വാട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഉപശയ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ, പനിയാണ്, ചൂടിനെ നിങ്ങൾ എന്താക്കും, നിങ്ങൾ തണുത്ത ഐസ്ക്രീം കൊടുക്കും തണുപ്പ് കുറക്കാൻ വേണ്ടിയിട്ട്. ചൂടല്ലേ, പനിയല്ലേ, പനിക്ക് വേണ്ടി എന്താക്കുന്നു, നമ്മൾ തണുത്ത ഐസ്ക്രീം കൊടുക്കും. അപ്പോൾ ഇത് കൂടും. അതിനെയാണ് നമ്മൾ അനുപശയം എന്ന് പറയുക. സോ ഇങ്ങനെയാണ് നമ്മൾ അസുഖത്തിനെ മനസ്സിലാക്കുക. സോ ദിസ് ഇസ് വാട്ട് ഉപശയ. സോ ഉപശയ പുനർഹേതു വ്യാധി വിപരീതാനം വിപരീതാർത്ഥ കാരണം ച ഔഷധ ആഹാര വിഹാരണം ഉപയോഗ സുഖ അനുബന്ധ. Upashaya is nothing but Suganibandha. Suga means giving happiness. In a patient, what is giving happiness means he should have returned back to the normal life, or should he should get the relief from the disease. That's what the Suganibandha. Upashaya means
हेतु व्याधि विपरीतानां विपरीतार्थकारणं च औषधाहार विहारण उपयोगः. Medicines, diet and regimens as bring about happiness either by acting directly against the cause of the disease or the disease itself or by producing such effects indirectly are called upashaya. The disease whose manifestation symptom sign does not clear the production of disease and from which doshas and dushyas has been produced in that disease upashaya are used to rule out the disease. Treatment use drugs, lifestyle and diet are also considered upashaya. ഇതിലത്തോളം നിങ്ങൾക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. വൺസ് യു കം ടു ചക്രപാണിദത്ത കമൻട്രി ഓർ യു ആർ ഗോയിങ് ടു ഡീറ്റെയിൽ അബൌട്ട് വാട്ട് ഈസ് ഉപശയ, then you will get the confusion. That is types of upashayas are വിപരീത and വിപരീത അർത്ഥകാരി. വിപരീത ഹേതുവ്യാധി and ഉപയ of ഔഷധ അന്ന വിഹാര and വിപരീത അർത്ഥകാരി ഹേതുവ്യാധി ഉപയ ഓഫ് ഔഷധ അന്ന വിഹാര. സോ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഡൗട്ട് വരിക. ടൈപ്സ് രണ്ട് തരത്തിലുണ്ട്. വിപരീതമുണ്ട്, വിപരീത ഹേതു, വിപരീത വ്യാധി ആൻഡ് ഉപയ മീൻസ് ബോത്ത്. ഹേതു ആൻഡ് വ്യാധി ചേർന്നിട്ടുള്ള ബോത്ത് ഹേതു ആൻഡ് വ്യാധിയാണ് ഉപയ. വിപരീത അർത്ഥകാരി സെയിം, വിപരീത അർത്ഥകാരി ഹേതു, വിപരീത അർത്ഥകാരി വ്യാധി, വിപരീത അർത്ഥകാരി ഉപയ. ഉപയ മീൻസ് ബോത്ത് ഹേതു ആൻഡ് വ്യാധി. ചക്രവാണി നമുക്ക് എന്താണ് വിപരീത അർത്ഥകാരി എന്ന് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ചക്രവാണിയുടെ കമന്ററി പോകാം. ഉപശയം അനുപശയ സുഖാനുബന്ധ ഇത്യർത്ഥഃ. ഉപശയം അനുപശയം എന്താണ്? ഇറ്റ് ഗിവ്സ് ഫോർ ഹാപ്പിനെസ്, ഇറ്റ് ഗിവ്സ് an idea to the physician to relieve the patient or to get rid of the patient from the diseases. So അതെന്തൊക്കെയാണ്? ഹേതുന തഥാ വ്യാധിന തഥാ ഹേതുവ്യാധിഭ്യം. ഇങ്ങനെ ഹേതു ഉണ്ട്, വ്യാധിയുണ്ട്, ഹേതുവ്യാധിഭ്യം ഉണ്ട്. പിന്നെ ഹേതുവ്യാധി വിപരീതാർത്ഥ കാരണം ഔഷധന വിഹരണം, ഹേതുവ്യാധി വിപരീതാർത്ഥ കാരണമുണ്ട്. ദെൻ സുഖാനുബന്ധ ഇത് സുഖരൂപ അനുബന്ധ, അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെയാണ് അയം ച ഉപശയോ ഗൂഢലിംഗേച്ച വ്യാധോ ജ്ഞാന ഉപായോ ഭവതി. യദുക്തം ഗൂഢലിംഗം വ്യാധിം അനുപശാഭ്യം പരീക്ഷയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചക്രവർത്തി പറയുന്നത് എന്താണ് ഉപശയത്തിന് ഇമ്പോർട്ടൻറ്റ്? ചില അസുഖങ്ങൾ വരുമ്പം ഗൂഢലിംഗമായിട്ടുണ്ടാകും. ചില അസുഖങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് പെരിഫറലായിട്ട് തന്നെ കാണാൻ പറ്റില്ല. ഉള്ളിൽ വേറൊരു അസുഖം കിടക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന കൊറോണ വൈറസ് ആണ് ഫീവർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഫീവർ സിമ്പിൾ ഫീവർ ഹെഡേക്ക് എന്ന് വെച്ചിട്ട് അതിന് മെഡിസിൻ കൊടുത്തെങ്കിലും ഗൂഢമായിട്ട് കൊറോണ വൈറസ് ഉണ്ടാവും. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപശയം ചെയ്യേണ്ടത്. സോ അതാണ് ചരകം വിമാനം 4th ചാപ്റ്റർ ത്രിവിധ രോഗവിശേഷ വിജ്ഞാനി അധ്യായത്തിൽ പറഞ്ഞത് ഗൂഢലിംഗം വ്യാധിം ഉപശയ അനുപശാഭ്യം പരീക്ഷയെ. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതി ഉക്തം ച ത്രിശോധി അധ്യായത്തിൽ പറഞ്ഞത് സ്നേഹോഷ്ണ മർദ്ദനാഭ്യം ച പ്രണശ്യേത്സ ച വാദികഃ. ഒരു വാദികമായിട്ടുള്ള അസുഖത്തിൽ ഉഷ്ണമായിട്ടും സ്നേഹമായിട്ടുള്ള ഒരു അപ്ലൈ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വേദന ശമിക്കും. അങ്ങനെയാണെങ്കിൽ അത് വാതജമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് വാതിക ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഉപശയ ഇൻ ദ ക്ലിനിക്കൽ പ്രാക്ടീസ്. സോ നമുക്ക് ഇനി ടൈപ്സ് വിപരീത ഹേതും വിപരീത അർത്ഥകാരി ഹേതും നമുക്ക് എന്താണെന്ന് പഠിക്കാം. വിപരീത മീൻസ് ഓപ്പോസിറ്റ് ഓർ ആന്റഗോണിസ്റ്റിക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേതുവിന് കോസിന് വിപരീതം, വ്യാധിക്ക് വിപരീതം, ഹേതു വ്യാധിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. ഇനി വിപരീത അർത്ഥകാരി വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. എന്താണ് വിപരീത അർത്ഥകാരി? വിപരീത അർത്ഥകാരി മീൻസ് നത്തിങ് ബട്ട് ആന്റഗോണിസ്റ്റ്, നത്തിങ് ബട്ട് ഓപ്പോസിറ്റ്. നമുക്ക് വിപരീത ഒരു എക്സാമ്പിളിലെ കൂടെ പഠിക്കും ഇത് രണ്ടും. അപ്പം നമുക്ക് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാകും. ഫോർ എക്സാമ്പിൾ, ഒരു പനി വന്നതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം ഒപ്പിച്ചിട്ട് നെറ്റിയിലേക്ക് ഇടുന്നു. പനി ചൂടാണ്, തണുത്ത വെള്ളം തണുപ്പാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പം എന്താക്കും? പനി കുറയും. അതിനാണ് വിപരീതം എന്ന് പറയാം. ഇനി വിപരീത അർത്ഥകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്ന അതേ പേഷ്യന്റ് നമ്മൾ ചൂട് കഞ്ഞി കൊടുക്കുക അല്ലെങ്കിൽ ചൂട് വെള്ളം കൊടുക്കുക. അവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും? ചൂടാണ്. അപ്പം നമുക്ക് തോന്നും ഇത് ഇനി പനി അഗ്രവേറ്റഡ് ആണെന്ന് തോന്നും. കാരണം പനി ചൂടാണ്, ഓൾറെഡി പിത്തമാണ്. ഇനി ചൂട് വെള്ളം കൊടുക്കുന്നു, ചൂട് കഞ്ഞിയും കൊടുക്കുന്നു. പക്ഷെ അപ്പം എന്താ, ഓൾറെഡി നമുക്ക് ജ്വരം കൂടണം അല്ലെ ഫീവർ കൂടണം. പക്ഷെ അവിടെ ഫീവർ കൂടുതലേന്ന് ഫീവർ കുറയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് വിപരീത അർത്ഥകാരി എന്ന് പറയാം. സിമിലർ ടു കോസ്, സിമിലർ ടു ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തോന്നും അത് അസുഖം കൂട്ടാനുള്ള അഗ്രവേറ്റിംഗ് ഫാക്ടറാണെന്ന് തോന്നും. പക്ഷെ അത് അസുഖം കൂട്ടത്തില്ല. ഇതിനെയാണ് നമ്മൾ വിപരീത അർത്ഥകാരി എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളാണ് ഈ സാധനം. നമുക്ക് കൺഫ്യൂഷൻ, മറ്റേത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. ഇത് പക്ഷേ അസുഖത്തിന് ഓപ്പോസിറ്റായി നമുക്ക് തോന്നില്ല. അസുഖത്തിന്റെ കൂടെ സിമിലർ ടു ഡിസീസ് എന്ന് തോന്നും. പക്ഷെ മീൻ ടൈം ദാറ്റ് വിൽ നോട്ട് അഗ്രവേറ്റ് ദ ഡിസീസ്, ദാറ്റ് വിൽ മിഷിഗേറ്റ് ഓർ ദാറ്റ് വിൽ റെഡ്യൂസ് ഓർ പാസിഫൈ ദ ഡിസീസ്. ദാറ്റ് ഈസ് വിപരീത അർത്ഥകാരി. നമുക്ക് എക്സാമ്പിൾ പഠിക്കുമ്പോൾ പഠിക്കും. ഹേതു വിപരീത വളരെ എളുപ്പമാണ്, ആന്റഗോണിസ്റ്റിക് ആണ്. ശുണ്ടീൻ ശീതകപച്ച ജ്വര, അന്ന മാംസരസായൻ വാതജന്യ ജ്വര. വാതജന്യ ജ്വരത്തിൽ ഭയങ്കര വീക്ക് ആയിരിക്കും, അതിന് മാംസരസം കൊടുക്കുന്നു. ദിവാസ്വപ്നം കോസ് സെക്കൻഡ് കഫ. സോ രാത്രി ജാഗരണം ചെയ്യണം, അപ്പോൾ വാദം കൂടും, കഫം കുറയും. വ്യാധി വിപരീത യൂസ് ഓഫ് കൊടജ ഫോർ സ്തംഭന, യൂസ് ഓഫ് മസൂര ഫോർ സ്തംഭന ഇൻ അന്ന, പ്രവാഹന ഇൻ ഉദാവർത്ത മീൻസ് ഒരു താഴോട്ടേക്ക് പോകുന്ന വയറ്റിലുണ്ടാകുന്ന അബ്ഡോമിനിലുണ്ടാകുന്ന ഗ്യാസ് പോലുള്ള ഒരു വാദികമായിട്ടുള്ള അസുഖമാണ്. അതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഉപയോഗ ദശമൂല കോതാൻ വാദശോധ ഇൻ ശീതജ്വര ഉഷ്ണ ഇൻ ജ്വരജ്ഞ തന്ത്ര വിച്ച് യൂസ് ദിവാസ്വപ്ന along with fatty food, രൂക്ഷ രാത്രി ജാഗരണ സ്ട്രെൻ. ഇത്ര ഈ 6 നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ വിപരീത അർത്ഥകാരി ഞാൻ പറയുമ്പോൾ ഇറ്റ് സിമിലർ ടു ഡിസീസ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഹേതു വിപരീത അർത്ഥകാരി ഉഷ്ണ ഉപനാഹ ആൻഡ് ചികിത്സ വിത്ത് പിത്തകര ഉഷ്ണദ്രവ്യ മീൻ പിത്തജ വ്രണശോധ. പിത്തജ വ്രണശോധത്തിൽ
പൈത്തികമായിട്ടുള്ള ദ്രവ്യങ്ങൾ പൈത്തിക ഉഷ്ണ ഉപനാഹം ചൂടുള്ള ഉപനാഹങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് പിത്തത്തിനെ കൂട്ടുന്നു വിചാരിക്കും, പക്ഷെ അവിടെ മെയിൻ ടൈപ്പ് പിത്തത്തിനെ കുറക്കുവാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻസ് പഠിക്കുന്നത്. ഇത് പ്രഭാവമാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്, ദോഷത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രഭാവമാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആത്രേയ ഭദ്രകാപ്പി അധ്യായത്തിൽ പഠിച്ചത് ദോഷപ്രഭാവം, വിമാനത്തിന് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച ദോഷപ്രഭാവമാണ് നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. അന്നത്തിൽ ആഹാരം വെച്ച് പ്രൊഡ്യൂസ് വിദാഹ, പിച്ചവ്രണത്തിൽ വിദാഹമായിട്ട് ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നത്. ദെൻ ത്രാസ് വാദിക ഉന്മാദ, വ്യാധി വിപരീത, മധുരഫല ഇൻ ഛർദി, ക്ഷീരപാന ഇൻ പിത്താതിസാര, വമന പ്രവാഹണ ഇൻ ഛർദി. ഛർദിയുള്ള പേഷ്യൻസിന് വീണ്ടും അതിന് മൊത്തമായിട്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ടങ്ങിലേക്ക് വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും അത് പുറത്തേക്ക് വൊമിറ്റ് ചെയ്യിപ്പിക്കുക. ദെൻ ഉപയവിപരീത കടി, യൂസ് ഓഫ് അഗരുലേബൈൻ ബേൺ വൂൺസ്, വിഷബാധ വിഷം വിഷത്തിൽ കൊടുക്കണം എന്നുള്ളത്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവിടെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കും വിഷത്തിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ ചരകം ചികിത്സ 23rd ചാപ്റ്റർ വിഷ ചികിത്സയിൽ പറയുന്നുണ്ട് വിഷത്തിൽ വിഷം തന്നെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആചാര്യൻ ചക്രപാണി ദത്ത പറയുന്നുണ്ട്. അത് പ്രഭാവം കൊണ്ടാണ്, വിഷത്തിന്റെ പ്രഭാവമാണത്. വിഷത്തിനെ ഹനിക്കും എന്നുള്ളത് വിഷത്തിന്റെ പ്രഭാവമാണ്. ജാംഗമത്തിന്റെ സ്ഥാവര വിഷവും ജാംഗമ വിഷവും കൊടുക്കണം എന്ന് പറയുന്നത് പ്രഭാവം കൊണ്ടാണെന്ന് പറയുന്നത്. പ്രഭാവം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പ്രഭാവം അചിന്ത്യമാണ്. പ്രഭാവത്തിനെ കുറിച്ച് നിങ്ങൾ ആചാര്യം പറഞ്ഞു അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് 21st സെഞ്ചുറിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി റാഷണൽ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. യുക്തി അപ്ലൈറ്റ് വിഷം എങ്ങനെ വിഷത്തിൽ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓൾറെഡി സൂത്രസ്ഥാനത്ത് പഠിച്ച് യോഗാത്തപി വിഷം തീഷ്ണം ഉത്തമം വേഷം ഭവി വേഷം ചെവി ദുരിതം തീഷ്ണം സമ്പതി വിഷം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ അത് ഔഷധം പോലെ അമൃതം പോലെ പ്രവർത്തിക്കും. പക്ഷേ ഔഷധമോ അമൃതമോ നിങ്ങൾ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷം പോലെ പ്രവർത്തിക്കും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. വിഷം അറിഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് ആയി വരുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു പ്രഭാവം നമ്മൾ ചിന്തിക്കേണ്ട. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിഷം എന്ന് പറയുന്നത് എമർജൻസി മാനേജ്മെന്റ് ആണ്. വിഷം എന്ന് വെച്ചാൽ ഈസിലി വ്യവായ വികാശി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമുക്കൊരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്നേക്ക് ബൈറ്റ് കടിച്ച സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓൾ ഓവർ ദ ബോഡി പോകും. അപ്പൊ അതിനെ പാസിഫൈ ചെയ്യാൻ വേണ്ടി, അതിനെ മിഷിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിഷം കൊടുത്തു കഴിഞ്ഞാൽ വിഷം ഒരു മീഡിയമായിട്ട് അവിടെ പ്രവർത്തിക്കും. ആ വിഷം പോയിട്ട് പെട്ടെന്ന് മെഡിസിൻസ് പെട്ടെന്ന് നമ്മൾ എന്തിനാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഫാസ്റ്റ്ലി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഒരു പനിക്ക് ചിലപ്പോൾ എക്സസീവ് ഫീവറായി വന്ന് നമ്മൾ ടാബ്ലറ്റ് പാരസെറ്റമോൾ കൊടുക്കുന്നതിനും ഇഞ്ചക്ഷൻ കൊടുക്കും, IV ഇഞ്ചക്ഷൻ. കാരണം ഡയറക്റ്റ്ലി ഇറ്റ് ഗോസ് ടു ബ്ലഡ്. അതുപോലെ സ്പീഡായിട്ട് ആക്ഷൻ. അതുപോലെ വിഷം ഒരു ട്രീറ്റ്മെന്റിൽ ഒരു മീഡിയമായി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ മെഡിസിൻ പോയി എല്ലാ ബോഡിയിൽ എല്ലാവരുടെയും പരന്നിട്ട് ബോഡിയിൽ എല്ലാവരുടെയും പോയിട്ട് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വിഷത്തിനെ അത് ഹരിക്കും. ദെൻ യൂസ് ഓഫ് മദ്യ ഇൻ മദ്യത്തിൽ അതായത് ആൽക്കഹോളിസത്തിൽ വീണ്ടും മദ്യത്തിന് കൊടുക്കണം. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ചാരകൻ ചികിത്സ 24 ചാപ്റ്റർ മദ ചികിത്സയിൽ അതിന് കറക്റ്റ് പറഞ്ഞിട്ട് ദിസ് ഈസ് വാട്ട് ദ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ബിഹൈൻഡ് ദ ആയുർവേദ. അതായത് പീപ്പിൾ ആർ ദേ ആർ വെൽ വേഴ്സ്ഡ് അബൌട്ട് എവറി സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. മദാത്യം അല്ലെങ്കിൽ എക്സസീവായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ഒരു ബോഡി, മദ്യത്തിന്റെ ഗുണമാണ് തീഷ്ണ ഉഷ്ണ വിദാഹി ഗുണമുള്ള മദ്യം എപ്പോഴും കഴിച്ചിരിക്കുന്ന ഒരു ക്രോണിക്കായി കഴിച്ചിരിക്കുന്ന 5-10 വർഷം കഴിക്കുന്ന ഒരാളുടെ അബ്ഡോമന്റെ അവസ്ഥ ക്ഷാരമായിരിക്കണം, ആൽക്കലൈനിറ്റി ഉള്ള ഒരു അവസ്ഥയായിരിക്കും. ഈ ആൽക്കലൈൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈലി പൊട്ടൻസ് ആണ് ക്ഷാരം. ആ സുശ്രുതത്തിൽ നിങ്ങൾ ചികിത്സാ ശല്യത്തിൽ നിങ്ങൾ ഫൈനൽ പഠിക്കും ക്ഷാരത്തെ കുറിച്ചിട്ട്. അപ്പം ഈ ക്ഷാരം ഭയങ്കര ഹൈലി പൊട്ടന്റ് ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തീഷ്ണോഷ്ണമായിട്ടുള്ള സാധനമാണ് ക്ഷാരം. അപ്പം കോശത്തിന്റെ അവസ്ഥ തീഷ്ണോഷ്ണമായിട്ടുള്ള ക്ഷാരത്തിന്റെ അവസ്ഥയായിരിക്കും, ഒരു ആൽക്കലൈനിറ്റി അവസ്ഥയായിരിക്കും. ആ ഒരു അവസ്ഥയിൽ എന്താവും? അന്തർദാഹം, തോത, ഭ്രമ, ഫീവർ, ജ്വര ഒക്കെ നമ്മളെ ബോഡിയിലേക്ക് വരും. അതായത് നമ്മളെ വയറിനുള്ളിൽ ഭയങ്കര അന്തർദാഹമായിരിക്കും, ഭയങ്കര ബേണിംഗ് സെൻസേഷൻ, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, നമുക്ക് ഗിഡ്നെസ് ഉണ്ടാവും, ഫെയിൻറ്റിംഗ് ഉണ്ടാവും, അതേസമയം നമുക്ക് ഫീവർ ഉണ്ടാവും. അപ്പോൾ ഇതിനെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മദ്യം തന്നെയാണ് കൊടുക്കാൻ പറയുന്നത്. കാരണം ക്ഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാരത്തിന്റെ ക്വാളിറ്റി, ക്ഷാരത്തിന്റെ രസം എന്ന് വെച്ചാൽ പഞ്ചരസമാണ്. എക്സെപ്റ്റ് അമ്ലരസ, എല്ലാ രസങ്ങളും ക്ഷാരത്തിലുണ്ട്. അപ്പം നമ്മൾ മദ്യം കൊടുക്കുമ്പോൾ മദ്യത്തിന്റെ രസം അമ്ലമാണ്. അപ്പൊ അമ്ലം കൊടുക്കുന്ന സമയത്ത് ക്ഷാരത്തിന്റെ അമ്ലമൊഴികെ ബാക്കി എല്ലാ രസവും ക്ഷാരത്തിനുണ്ട്. അതിൽ ക്ഷാരത്തിന്റെ പ്രധാന രസം കടും, അനുരസം ലവണമാണ്. അപ്പൊ നമ്മൾ കടുരസവും ലവണരസവും ഉള്ള അബ്ഡോമനിൽ, ക്ഷാരമായിട്ട് അബ്ഡോമനിൽ നമ്മൾ മദ്യത്തിന്റെ അമ്ലരസം പോയി ചേരുമ്പം കടുവും ലവണവും അമ്ലവും ചേർന്നിട്ട് മധുരരസം ഉണ്ടാവും. അങ്ങനെ മധുരരസം ഉണ്ടാകുമ്പം ഈ അന്തർദാഹം, ഫീവർ, തോത, ഭ്രമ, ഗിഡ്നെസ് അല്ലെങ്കിൽ എന്താ പറയാ ഇറിറ്റേഷൻ ഒക്കെ മാറി മധുരാവസ്ഥ അതൊരു ഈക്വിലിബ്രിയം ചെയ്യും. അതിനാണ് നമ്മൾ മദാത്യത്തിൽ മദ്യം കൊടുക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഉരുസ്തംഭത്തിൽ നമ്മൾ സ്വിം ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്ത സാധനമാണ്. സോ ദിസ് ഈസ് വാട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഉപശയ. ആൻഡ് listen that you should be keep in your mind that this may be asking you 10 marks in your examination. There is a 90% of chance for this one, that upashya it definitely may be asking you in the charaka samhita as well as in the nidana sthana in your examination. So thank you.